സുന്നികൾക്ക് ഐക്യപ്പെടാം, അതിന് സമയമായിരിക്കുന്നു. സുന്നികൾ കേരളത്തിൽ കൊല്ലങ്ങളോളമായി 2 സംഘടനകളിലായി പ്രവർത്തിച്ചു വരികയാണ്. ഒന്നിന് നമുക്ക് സൗകര്യത്തിന് ഈ സമസ്ത എന്ന് പറയാം, മറ്റതിന് നമുക്ക് എ സമസ്ത എന്നും പറയാം. സാധാരണ പറഞ്ഞു വരുന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പണ്ഡിതന്മാർ ആരുടെയും അടിമയാകാതെ, ഒരു രാഷ്ട്രീയക്കാരനും കീഴടങ്ങാതെ ദീനിൻ്റെ കാര്യങ്ങൾ സ്വതന്ത്രമായി പറയുന്ന ഒരവസ്ഥയിൽ ആയിരിക്കണം. നമുക്കറിയാം, സമസ്ത രൂപീകൃതമായത് എന്തിനായിരുന്നു? സമസ്തയുടെ ലക്ഷ്യങ്ങൾ 1934 രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശങ്ങൾ: പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഔലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കലാണ് ലക്ഷ്യം. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ജമിയത്തുൽ ഉലമ എന്ന മുജാഹിദിൻ്റെ സംഘടന അതൊരു തന്ത്രത്തിലൂടെ പേരിൽ ചില മാറ്റം വരുത്തിയതാണ്. അതിനുശേഷമാണ് സമസ്ത ജമിയത്തുൽ ഉലമ ഉണ്ടായത്. ഔലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും, അതേതാണ് കേരളത്തിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം, അതിൻ്റെ എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക. ലക്ഷ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക. മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം എന്നിത്യാദി നശിപ്പിച്ച് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനപരമായും ശറഈനും നിയമത്തിനും അധീനമായും നടപ്പിൽ വരുത്തുക എന്നുള്ളതാകുന്നു ഈ സഭയുടെ ഉദ്ദേശങ്ങൾ. നമ്മൾ ആദ്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കും. ഇനി നമ്മൾ സമസ്തക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഒന്നാമതായി ചെയ്യാനുള്ളത്, ഒരു രാഷ്ട്രീയക്കാരനും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിനും പണ്ഡിതന്മാർ കീഴടങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങാടിയിൽ പറയുന്നൊരു വാക്കുണ്ട്. ഒന്നിന് ലീഗ് സമസ്ത എന്ന് പറയും, മറ്റതിന് മാർക്സിസ്റ്റ് സമസ്ത എന്ന് പറയും. ഇതൊക്കെ ഒരു നാടൻ പേരാണ്, ഫ്രീ വിസ എന്ന് പറയുന്ന മാതിരി. ഏതായാലും അത് പറയുന്നതിനും ചില കാരണങ്ങൾ ഒക്കെയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ സമസ്ത വളർന്നു വന്നു, സമസ്ത ഒന്നിച്ച് പ്രവർത്തിച്ചു. 1989 ആയപ്പോൾ സമസ്ത രണ്ടായി. രണ്ടാവാനുള്ള കാരണം മറ്റൊന്നുമല്ല, ചരിത്രപരമായി പറഞ്ഞാൽ സലഫി രാഷ്ട്രീയ പാർട്ടി, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. KM മൗലവി സാഹിബ് മുസ്ലിങ്ങളെല്ലാം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ തന്ത്രപൂർവ്വം ഉണ്ടാക്കപ്പെട്ട സലഫി രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടി എല്ലാ നിലക്കും സുന്നത്ത് ജമാഅത്തിന് എതിരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അനന്തരഫലമായിട്ടാണ് സമസ്ത രണ്ടാവേണ്ടി വന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയക്കാരൊന്നും സമ്മതിക്കില്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തും ബാധിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയാണ് സമസ്ത രണ്ടായത്. അതിൻ്റെ ഉത്തരവാദി രാഷ്ട്രീയ പാർട്ടി തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. അതോടൊപ്പം പണ്ഡിതന്മാരിൽ ചിലർ രാഷ്ട്രീയക്കാരന് അടിമപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം നിഷേധിക്കാനാവില്ല. അത് കേരള വഖഫ് ബോർഡിലെ മെമ്പർമാരെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 99% സുന്നി വഖഫ്. അതിലേക്ക് സുന്നികളല്ലാത്തവർ ഞാനീ പറയുന്ന സലഫി രാഷ്ട്രീയ പാർട്ടിയിലൂടെയാണ് കയറി വന്നിരിക്കുന്നത്. ഇതൊന്നും നിഷേധിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. അതുപോലെ തന്നെ പണ്ഡിതനല്ലാത്ത ആളെ രാഷ്ട്രീയ സ്വാധീനം കാരണം സമസ്തയുടെ മുഷാവറ മെമ്പറായി
എടുത്തിട്ടുണ്ട് എന്ന ചരിത്രവും നമുക്കെല്ലാവർക്കും. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ രീതിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു നിലക്കും രാഷ്ട്രീയക്കാർക്ക് പണ്ഡിതന്മാർ രണ്ട് സമസ്തയും ഒരിക്കലും തന്നെ കീഴടങ്ങാൻ പാടില്ല. പറയേണ്ടത് കലിമത്തു ഹക്കിൻ ഇന്ത സുൽത്താനിൻ ജാഹിരിൻ, ഹക്കായ കാര്യം ഏത് രാജാവിനോടും പറയാൻ കഴിയണം. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ മദ്യം നിരോധിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ 47ാമത്തെ വകുപ്പിൽ വളരെ വ്യക്തമായി മദ്യം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു റൈസ് ദ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് and to improve public health. The state shall regard the raising of the level of nutrition and the standard of living of its people and the improvement of public health as among primary duties, and in particular പ്രത്യേകമായി the state shall endeavor to bring about prohibition, മദ്യനിരോധം നടപ്പിലാക്കാൻ ശ്രമിക്കും, of the consumption of except for medicinal purpose of intoxicating drinks and of drugs which are injurious to health. ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നറിയാം. ഇവിടെ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും മദ്യം നിരോധിക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം പണ്ഡിതന്മാർക്കുണ്ടാവണം. നിങ്ങൾക്കറിയാം, ഈ മദ്യം നിരോധിക്കാനുള്ള അധികാരം തുടക്കത്തിലുള്ള പഞ്ചായത്ത് രാജ് ആക്ടിൽ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്നു. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് അത് എടുത്തു കളഞ്ഞത്. മദ്യം നിലനിൽക്കണമെന്ന് ഭരണഘടനയുടെ തത്വത്തിനെതിരാണത്. കഴിഞ്ഞ ഒരു ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞു, നമുക്കിവരോട് മദ്യം നിരോധിക്കണമെന്ന് ആവശ്യപ്പെടണം. അപ്പം എന്താ പറയുന്ന കാര്യങ്ങൾ ഇപ്പം പറയാൻ പറ്റൂല എന്നാ പറയുന്നത്. അത് രാഷ്ട്രീയക്കാരന് അടിമപ്പെടലാണ്, അത് ശരിയല്ല. അപ്പോൾ രാഷ്ട്രീയക്കാരോട് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ നേർക്ക് നേരെ പണ്ഡിതന്മാർ സധൈര്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് വരണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഒന്നാവാൻ വേണ്ട മറ്റൊരു കണ്ടീഷൻ എന്താണെന്നറിയോ? ഒന്ന് വേണ്ടത് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന രീതി. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന ഒരു നന്മയും കാണാതിരിക്കലാണ് പ്രതിപക്ഷ പാർട്ടിൻ്റെ പണി. ഇതെല്ലാവർക്കും അറിയാലോ. അതേ സ്ഥാനത്ത് ഞാനിവിടെ പറയുന്നത്, നമ്മൾ പറയേണ്ട ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കും. പരസ്പരം രണ്ട് സമസ്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതിരിക്കാം. പിന്നെ സംഘടനാ മനഃശാസ്ത്രം ഖുർആനിലെ ഒരു ആയത്ത് കാണാം, കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോ പാർട്ടിയും അവരെ അടുത്തുള്ളതിൽ സന്തുഷ്ടരാണ്. വേണേൽ ഇതിന് സംഘടനാവാദം എന്ന് പറയാം. നമ്മൾ സംഘടനയുടെ വക്താവായി വരുമ്പം നമ്മൾ അതിലൊക്കെ ന്യായീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. കേരളത്തിൽ സംഘടനയുടെ പേരിലാണ് സുന്നി പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടു പോയിട്ടുള്ളത്. ഇതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് നിഷേധിക്കും, അത് വേറെ കാര്യമാണ്. ഒരു മൂമിനെ ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടിക്കൊന്നാൽ നരകത്തിൽ അവൻ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അത് വൈകാരികതയാണ്, അത് സംഘടനാവാദമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ പരിപാടി നടക്കുമ്പോൾ പരസ്പരം ഇങ്ങോട്ടും അങ്ങോട്ടും ക്ഷണിക്കുക. ഈ ഒരവസ്ഥയുണ്ടാവണം. ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വന്നപ്പം ഐക്യം തകർത്തു, ഭിന്നിപ്പിച്ചു, എന്തൊക്കെ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഞാനൊരു കാര്യം സംഭവിച്ചത് പറയട്ടെ. ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിൻ്റെ കീഴിൽ മുസ്ലിങ്ങളെ ഒന്നിപ്പാക്കാനുള്ള ഒരു ഏകോപന സമിതി ഉണ്ടായിരുന്നു. അതിൽ പലപ്പോഴും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അന്ന് മർക്കസിൻ്റെ സമ്മേളനം നടക്കുന്ന സമയമാണ്. എന്തായിരുന്നു അന്നത്തെ തീരുമാനം? മർക്കസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന്. അങ്ങനെ അന്ന് ചർച്ച വന്നു. ഹൈസൺ ഹോട്ടൽ വെച്ച് ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെ സമുദായ പാർട്ടിയുടെ ആൾ പ്രസംഗിച്ചു, ഞങ്ങൾ ഐക്യത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രസംഗിച്ചു. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, നരിക്കുരിയിൽ ഞങ്ങളൊരു കോളേജിനെ അപേക്ഷിച്ചിട്ട് സർക്കാർ തള്ളിയിരിക്കല്ലേ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അത് എനിക്കറിഞ്ഞൂടാ,
സൂപ്പി വരട്ടെ എന്ന് പറഞ്ഞു. ആരെക്കുറിച്ചായി സൂപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് മന്ത്രിയായി സൂപ്പി സാഹിബാണ് വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെ അദ്ദേഹം വന്നു കയറിയപ്പം ഫസൽ ഗഫൂറിനോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കുക. ഞാൻ അവിടെ ഇതെടുത്തിട്ടു. മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിനും പൊതുവായ പ്രവർത്തനത്തിനും എന്നൊക്കെ പ്രസംഗിച്ചതിക്ക് അവിടെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. സൂപ്പി സാഹിബിൻ്റെ മറുപടി എന്തായിരുന്നു അറിയാം നിങ്ങൾക്ക്? ഞങ്ങളുടെ പാർട്ടിയുടെ എതിർപ്പുള്ളത് കൊണ്ടാണ് അവിടെ കോളേജ് അനുവദിക്കാതിരുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് വാചകം പറയാൻ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഈ രീതിയൊക്കെ നമ്മൾ മാറ്റാം. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും പേരിലാണ് പാർട്ടിയെങ്കിൽ അതിൽ അവസാനിച്ചില്ല. മർക്കസിൻ്റെ സമ്മേളനം നടക്കുകയാണ്. ആ സമയത്ത് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചു. അപ്പോൾ എന്താണ് ആൾ ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയോ? ചോദിച്ച ചോദ്യം ഗൾഫറാറിനോട് രാഷ്ട്രീയ പാർട്ടി നേതാവ് ചോദിക്കുകയാണ്, മർക്കസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാണക്കാട്ടെ തങ്ങൾ നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടില്ലേ എന്ന്. അപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. ഈ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിൻ്റെ പേരിൽ ഏകോപന സഭയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പോലും ഒരു തന്ത്രമായിരുന്നു അന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ശേഷം എന്തായിപ്പോയി അത് എല്ലാവർക്കും അറിയാം, അതില്ലാതായി. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചത്. വഖഫ് ബോർഡിൽ പ്രശ്നം വന്നു, അത് PSCക്ക് വിടാന്ന് വെച്ചു. PSCക്ക് വിടാനുള്ള കാരണം ഉണ്ടാക്കി തീർത്തത് ആരാ? അതിനെപ്പറ്റി ഇവിടെ ചർച്ചയില്ല. അങ്ങനെ ഒരു ഡിമാൻഡ് എന്തുകൊണ്ട് വന്നു? അത് അക്രമവും അനീതിയും പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ് അങ്ങനെ ഒരു ഡിമാൻഡ് വന്നത്. അങ്ങനെ PSCക്ക് വിട്ടു. PSCക്ക് വിടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? മുസ്ലിം പേരുള്ള ആളുകൾ ഇങ്ങോട്ട് കയറുന്ന. ഇപ്പോൾ ഇവരെ കാരണകാലത്ത് തന്നെ 7 ആളുകൾ ആ മുസ്ലിങ്ങൾ വഖഫ് ബോർഡിലുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വിഷയം വന്നു, ചർച്ച വന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെയും ഈ സലഫി രാഷ്ട്രീയ പാർട്ടി എല്ലാ മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരാ മുന്നിട്ടിറങ്ങുന്നത്. ഇവരാണ് സമസ്തയെ ക്ഷണിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം ആ വിഷയം. രാഷ്ട്രീയക്കാരൻ എങ്ങനെ പ്രവർത്തിച്ചാലും അതിനൊരു രീതിയുണ്ടല്ലോ. ചുരുക്കത്തിൽ പണ്ടത്തെ അവസ്ഥയാണെങ്കിൽ കാര്യം നടക്കുമായിരുന്നു. അവിടെയാണ് ജിഫ്രി തങ്ങൾ തൻ്റെ ഇടം കാണിച്ചത്, പണ്ഡിതൻ്റെ ഇസ്സത്ത് കാണിച്ചത്. രാഷ്ട്രീയക്കാരന് ഒരിക്കലും തന്നെ പണ്ഡിതന്മാർ അടിമപ്പെടാൻ പാടില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുതൽ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തങ്ങളവറുകൾ കാണിച്ച് തൻ്റെ ഇടമാണ്. പള്ളിയിൽ വെച്ച് വഖഫിൻ്റെ കാര്യം പറയണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തുപിടിക്കുന്ന കാര്യം പള്ളിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുള്ള പള്ളിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റ അപകടമല്ലേ? അവിടെ തങ്ങളെടുത്ത തീരുമാനമല്ലേ 100% ശരി? അതാ നമ്മൾ മനസ്സിലായി. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവിടെ പള്ളി ഉപയോഗപ്പെടുത്തണം. അങ്ങനെങ്ങാനും പള്ളിയിൽ വെച്ച് ആ വഖഫിൻ്റെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ എത്ര പള്ളി പൂട്ടേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് തങ്ങൾ തൻ്റെ ഇടമുള്ളൊരു പണിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മളൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കുക. നമുക്ക് സുന്നത്ത് ജമാഅത്ത് 1-ാം സ്ഥാനത്ത്, അതേ സ്ഥാനത്ത് പുത്തൻ പ്രസ്ഥാനക്കാർ ഒരുപാട് മുതലെടുത്തിട്ടുണ്ട്. അറബി പാഠപുസ്തകത്തിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിൽ എത്രയോ പള്ളികൾ കയ്യേറുന്നതിൽ ഇവിടെ ഒക്കെ തന്നെ പുത്തൻ പ്രസ്ഥാനക്കാർ ഒരുപാട് സുന്നികളെ പൊതുവിൽ ഉപദ്രവിച്ചതുകൊണ്ട് നമുക്ക് ഒന്നിക്കാൻ സമയമായിരിക്കുന്നു. പെരുമാറ്റച്ചട്ടം, ഉദാഹരണത്തിന് ഒരു പള്ളി ജനറൽ ബോഡിയിൽ 100 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അവിടെ 10 ആളുകളെ കമ്മിറ്റി മെമ്പർമാരെ എടുക്കണമെന്ന് വിചാരിക്കുക. 70 ആളുകൾ ഈ സമസ്തയിൽപ്പെട്ട ആളാണ്. അതായത് 30 ജനറൽ ബോഡി അംഗങ്ങൾ സമസ്തയെ അനുകൂലിക്കുന്ന ആളുമാണെങ്കിൽ ഒരു 3 സീറ്റ് സമസ്തക്കാർക്ക് കൊടുത്തേക്കുക. 7 സീറ്റ് ഇപ്പുറത്തെടുത്തോട്ടെ, ഒരു വിരോധമില്ല. ജനസംഖ്യക്ക് ആനുപാതികമായിട്ടെടുക്കാം. ഇപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ഒന്നിക്കാനുള്ള ഒരു മാർഗം ആദ്യമായി വേണ്ടത് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കുക എന്നാണ്. എപ്പോഴാണ് ഒന്നിക്കുക എന്നൊന്നും നമുക്ക് അറിയുകയില്ല. ഏതായാലും അതിന് ഏറ്റവും പറ്റിയ സമയമാണ് എന്ന് മാത്രമല്ല, ഏത് രാഷ്ട്രീയക്കാരെ നമ്മളെടുത്താലും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും 100% യോജിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലുണ്ട് എന്ന് പൊതുവിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എല്ലാ പാർട്ടിയും ഒരുപോലെ എന്ന് പറയാനും ഞാൻ ആളല്ല. അത് അവരുടെ ആദർശം, അവരുടെ സാഹിത്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺഗ്രസിൻ്റേത്
കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ചെയ്തിട്ടില്ലേ? ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് നോക്കി നിന്നില്ലേ അവർ? കോൺഗ്രസിൻ്റെ നയം അത് ശരിയായിരുന്നില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാഹിത്യങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വിരുദ്ധമായ ഒരുപാട് തത്വശാസ്ത്രങ്ങൾ അവരുടെ പുസ്തകത്തിലുണ്ട്, അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോ പാർട്ടിയെയും നമ്മൾ പഠിക്കുക. ഏറ്റക്കുറച്ചിലുണ്ട് എന്നത് സത്യമാണ്. എല്ലാ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. അതുപോലെ തന്നെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ എടുത്തു നോക്കുക. അതിൽ തീവ്രതയുള്ളത് മതമല്ല പ്രശ്നമെന്ന് പറയുന്നവരുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമല്ല പ്രധാനപ്പെട്ടത്, പരലോകമാണ്. ഇവർക്ക് ഈ ലോകമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരവരുടേതായ നയം അവർക്കുണ്ടാവും. നമുക്ക് പരലോകം പ്രധാനപ്പെട്ടത് കൊണ്ട് പരലോകത്തിൻ്റെ കാര്യം നമുക്ക് പറയേണ്ടതായിട്ട് വരും. വലൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, അതാണ് ഇസ്ലാമിൻ്റെ സിദ്ധാന്തം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്രയും കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മതേതരത്വത്തിൻ്റെ പേരിൽ മതമില്ലായ്മ എന്ന് പറഞ്ഞ് നടക്കുന്നവരിവിടെയുണ്ട്. വേറെ ചില രാഷ്ട്രീയക്കാരുണ്ട്, അവർ വർഗീയത്വം എന്ന് പറയുമ്പോൾ അവർ മതവർഗീയത്വം മാത്രമാണ് കാണുന്നത്. വർഗീയത്വത്തെ ഞാൻ മൂന്നായി തരംതിരിക്കും: മതവർഗീയത്വം, രാഷ്ട്രീയ വർഗീയത്വം, തൊഴിൽ വർഗീയത്വം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊല നടക്കുന്നത് രാഷ്ട്രീയ വർഗീയത്വമല്ലേ? കണ്ണൂരിലല്ലേ? എന്നിട്ട് ഇവരാണ് മതപ്രവർത്തനത്തെ മതവർഗീയത്വം എന്ന് പേരുന്നത്. വർഗീയത്വത്തെ ആരെങ്കിലും എവിടെയെങ്കിലും നിർവചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിയമത്തിൽ അത് നിർവചിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്ക് എന്തും അങ്ങനെ പറയാവുന്നതാണ്. ഇവിടെ ഏറ്റവും അപകടം കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ വർഗീയത്വമാണ്. ഇപ്പം 2 കൊല ഇവിടെ നടന്നല്ലോ, രണ്ടും രാഷ്ട്രീയ വർഗീയത്വമല്ലേ? എന്നിട്ട് വർഗീയത്വം എന്ന് പറഞ്ഞാൽ അത് മതവർഗീയത്വമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ ഇവിടെയുണ്ട്. ആ രീതിയിൽ നിന്നും മാറ്റം വരേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് സുന്നത്ത് ജമാഅത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമസ്തയുടെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. വാസ്തവത്തിൽ സലഫി രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? അവരിവിടെ നിസ്സാര കാര്യത്തിനാണ് തർക്കിക്കുന്നത്. വാസ്തവത്തിൽ ഉത്തം പ്രസ്ഥാനക്കാരും സുന്നികളും തമ്മിൽ തൗഹീദിൻ്റെയും ശിർക്കിൻ്റെയും കാര്യത്തിലാണ് വ്യത്യാസം. അതുപോലും നിസ്സാരമാണ് എന്നാണ് ഈ സലഫികൾ തന്ത്രപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയധികം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2021 ഡിസംബർ അവസാനത്തിൽ ഞാൻ ഇവിടെ പറയുന്നു, ഈ പാർട്ടിയുടെ 3 ആളുകൾ സലഫി കാഴ്ചപ്പാടുള്ളവരാണ്. 3 സംസ്ഥാന സെക്രട്ടറിമാർ സലഫി കാഴ്ചപ്പാടുള്ളവരാണ്. നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും വേണം. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്താണ്, സുന്നിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം എന്നാണ് ഇരു സമസ്തകളോടും നമുക്ക് പറയാനുള്ളത്. ഒരു പെരുമാറ്റച്ചട്ടം ഒന്നിച്ചിരുന്നുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ 2 സമസ്തയും ലയിച്ച് ഒന്നാകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടതിന് നന്ദി. ഞാൻ നിത്യവും 1 വീതം ഇതിലേക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.